അവരെ അങ്ങനെ വിട്ടാൽ പറ്റില്ല. കൃത്യമായ പണം വാങ്ങണം. ശരി പ്രഭു. വേഗം വരണം. എന്ത് വേണം? ഞങ്ങൾ ദൂരെ നിന്ന് വരികയാണ്. താമസിക്കാൻ ഒരു സ്ഥലം വേണം. തരാമല്ലോ. 10 ദിനാറയാണ് വാടക. എൻ്റെ കൈവശം 2 ദിനാറേ ഇപ്പോഴുള്ളൂ. വെറും 2 ദിനാറയ്ക്ക് താമസസ്ഥലം തരാനോ? താൻ എവിടെ നിന്ന് വരുന്നു? ദയവായി ഞങ്ങളെ സഹായിക്കണം. ബാക്കി തുക ഞാൻ പിന്നീട് തന്നുകൊള്ളാം. പിന്നീട് തരാമെന്നോ? എങ്കിൽ വേറെ സ്ഥലം നോക്കണം. 10 ദിനാറയിൽ കുറഞ്ഞ് ഈ പട്ടണത്തിൽ ഒരിടത്തും നിങ്ങൾക്ക് താമസസ്ഥലം കിട്ടില്ല. സാരമില്ല, നമുക്കിന്ന് രാത്രി എവിടെയെങ്കിലും താമസിക്കാം. ദൈവപുത്രൻ നമ്മുടെ കൂടെയുണ്ടല്ലോ. എന്തോ അനിഷ്ട സംഭവം നടക്കുന്നു. അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ ഈ വിഗ്രഹം തലകുത്തി വിടുമായിരുന്നില്ലല്ലോ. അതെ, കാറ്റോ മഴയോ യാതൊന്നുമില്ല. മാത്രമല്ല, ഇത് നന്നായി ഉറപ്പിച്ചു പണിത വിഗ്രഹമാണ്. ദൈവകോപമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പട്ടണം ദൈവപുത്രന് വേണ്ടി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. വിഗ്രഹാരാധകരാണ് ഇവിടെ ഉള്ളത്. അവരിൽ നിന്ന് എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ? മുൻകാലങ്ങളിൽ നമ്മളെ കാത്തുപരിപാലിച്ച ദൈവം നമുക്കാവശ്യമായ സംരക്ഷണം നൽകും. ഈ സാഹചര്യങ്ങളുടെ നടുവിൽ സമാധാനത്തോടെ ജീവിക്കാൻ ദൈവം സഹായിക്കും. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഏകജാതനും അവൻ്റെ പരിശുദ്ധ മാതാവിനും അജ്ഞാനികളായ ഈ മനുഷ്യരുടെ ഉപദ്രവം ഉണ്ടാകാൻ ഇടവരുത്തരുതേ. അങ്ങനെ എന്തെങ്കിലും അനിഷ്ട സംഭവത്തിന് സാധ്യതയുണ്ടെങ്കിൽ അത് എൻ്റെ മേൽ മാത്രം വന്ന് ഭവിക്കാൻ അനുവദിക്കണമേ. ദൈവവിശ്വാസമില്ലാത്ത ഈ രാജ്യം ഭാവിയിൽ സത്യദൈവത്തെ അറിയുകയും ആരാധിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഈ പട്ടണത്തിൽ നമുക്ക് താമസിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തണം. യഥാർത്ഥ ദൈവമുണ്ട്, സാങ്കല്പിക ദൈവങ്ങളുമുണ്ട്. നിത്യവും നിലനിൽക്കുന്നതും ഏകദൈവവുമായ സമ്പൂർണ്ണ സത്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതെ അതെ, നിങ്ങൾ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന ദൈവത്തെയാണ് നിങ്ങൾ പറഞ്ഞു തന്നത്. യാതൊരു കാരണവുമില്ലാതെ തലകുത്തി വീണ് തകർന്ന വിഗ്രഹം സാങ്കല്പിക ദൈവം മാത്രമായിരുന്നെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഈ വിശ്വപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഏകദൈവമാണ് നമ്മെ എല്ലാം സൃഷ്ടിച്ചത്. എന്നാൽ അനേകം മനുഷ്യർ ഈ സത്യദൈവത്തെ അറിയാതെ മിഥ്യാദൈവങ്ങളെ ഉണ്ടാക്കി ആരാധിക്കുന്നു. നിങ്ങളുടെ സ്നേഹവും ത്യാഗവും വിശുദ്ധിയും പോലെ തന്നെ നിങ്ങളുടെ ഈ വാക്കുകളും എന്നെ വളരെയധികം ആകർഷിക്കുന്നു. നിങ്ങൾ പറയുന്ന ഏക സത്യദൈവത്തെക്കുറിച്ചുള്ള അറിവ് എൻ്റെ ഹൃദയത്തിൽ വലിയൊരു വെളിച്ചമായി എനിക്ക് അനുഭവപ്പെടുന്നു. ജോസഫ്, എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കുമെല്ലാം നിന്റെ വാക്കുകൾ വലിയ പ്രത്യാശ നൽകുന്നു. അവന്റെ മാത്രമല്ല, മനുഷ്യവംശത്തിന്റെ തന്നെ ആജന്മ ശത്രുക്കളാണ് നമ്മൾ. അവന്റെ ദീർഘക്ഷമ തകർക്കണം. അവന്റെ മനസമാധാനം നശിപ്പിക്കണം. ഈജിപ്ത് നിവാസികളുടെ ഹൃദയത്തിൽ അവനെതിരെ വിഷം കുത്തി നിറയ്ക്കണം. അവന്റെ വാക്കുകളും മാതൃകപരമായ ജീവിതവും അനേകം മനുഷ്യരിൽ മനപരിവർത്തനമുണ്ടാക്കുന്നു. വിശുദ്ധ ജീവിതം നയിക്കുന്ന അവൻ ഇപ്പോൾ മറ്റുള്ളവരെയും കൂടി പ്രകാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളെ അവനെതിരെ തിരിച്ചുവിടണം. അവന്റെ വാക്കുകളും പ്രവൃത്തികളും പ്രകാശത്തിൽ നിന്ന് വ്യതിചലിക്കണം. അസഭ്യവർഷമോ കുറ്റപ്പെടുത്തലുകളോ അവനെ ഒട്ടും തന്നെ ബാധിക്കുന്നില്ല. അവന്റെ ഈ ഗുണം നമുക്ക് പ്രയോജനപ്പെടുത്തണം. അവൻ യഥാർത്ഥത്തിൽ ഒരു കഴിവും ഗുണവും ഇല്ലാത്തവനാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതുവഴി അവനെ നിഷ്പ്രയാസം തള്ളിയിടാൻ സാധിക്കും. അവന് മരപ്പണിയാണ്. ഇവിടെ അവന്റെ തൊഴിൽ കൃത്യമായും ഉത്തരവാദിത്വത്തോടെയും ചെയ്യുന്നതിനാൽ കുറെ ജനങ്ങൾ അവനെ ഇഷ്ടപ്പെടുന്നു.
ആ വിശ്വാസം തകർക്കണം. അവനിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും വിധത്തിൽ കുറ്റം ആരോപിക്കപ്പെടണം. ബാക്കിയെല്ലാം ഈജിപ്തുകാരിലൂടെ നമുക്ക് നിറവേറ്റാം. ഇന്നല്ലെങ്കിൽ നാളെ അവനെ നമുക്ക് പരാജയപ്പെടുത്താൻ സാധിക്കും. അവന് അതിസുന്ദരിയായ ഭാര്യയും ഒരു കൈക്കുഞ്ഞുമുണ്ട്. അവനെ ഭയപ്പെടുത്താൻ അതു മതി. ഇവനെന്തിന് ഈജിപ്തിൽ വന്നു? ഇവൻ നസ്രത്തിൽ നിന്ന് വന്നതാണ്. ഇവനെന്തിന് സ്വന്തം നാട് വിട്ട് ഇവിടെ വന്നു? ഇവനിവിടെ എന്ത് ചെയ്യാനാണാവോ? നീ തീർച്ചയായും ഒരു കുറ്റവാളിയാണ്. നീ നിന്റെ ദ്രോഹം നടപ്പിലാക്കാനാണ് ഇവിടെയും വന്നിരിക്കുന്നതല്ലേ? ഞാനിവിടെ വന്നിരിക്കുന്നത് ദൈവഹിതം നിറവേറ്റാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ യാതൊരുവിധ ഉപദ്രവങ്ങളും ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ പ്രവൃത്തികൾ നല്ലതായിരുന്നുവെങ്കിൽ നീ നാടുവിട്ട് ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഇവിടെ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. നിന്നെ ഈ പ്രദേശത്ത് കണ്ടുപോകരുത്. ദൈവം തിരുമനസ്സായാൽ ഞാൻ ഇവിടം വിട്ടു പോയിക്കോളാം. ഓഹോ, നീ ഞങ്ങളോട് തർക്കുത്തരം പറയുന്നു. ഇനിയും നിന്നെ ഇവിടെ കണ്ടാൽ ഞങ്ങൾ വെറുതെ വിടുമെന്ന് കരുതണ്ട. മര്യാദയ്ക്ക് മടങ്ങിപ്പോകുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് ചവിട്ടി പുറത്താക്കും. അവൻ പൊയ്ക്കോളും. വാ, നമുക്ക് പോകാം. ഇവന്മാർ ഇനി വീട്ടിൽ ചെന്ന് മറിയത്തെയും കുഞ്ഞിനെയും ഉപദ്രവിക്കുമോ? ഒന്നിനും മടിക്കാത്തവരാണവർ. ദൈവമേ, അങ്ങയുടെ ഏകജാതിനെയും അമ്മയെയും കാത്തുകൊള്ളണമേ. അങ്ങയുടെ ഹിതം നിറവേറ്റുകയല്ലാതെ മറ്റൊരു ലക്ഷ്യവും എനിക്കില്ല. ഒരിക്കൽ നിന്നെ ഉപേക്ഷിക്കാൻ ഞാൻ ആഗ്രഹിച്ചതുകൊണ്ടായിരിക്കാം ഇപ്പോൾ തെരുവിൽ വെച്ച് പോലും ഈ ദുരവസ്ഥകൾ എനിക്കുണ്ടാകാൻ ഇടയായത്. ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അനർത്ഥങ്ങളായി കരുതേണ്ടതില്ല. നിന്നെ എനിക്ക് നഷ്ടപ്പെടാതിരിക്കാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. അങ്ങനെ നഷ്ടപ്പെട്ടാൽ പിന്നെ എൻ്റെ ജീവിതം കൈപ്പേറിയതും ദുരിതപൂർണവുമായിരിക്കും. നിങ്ങളേൽപ്പിച്ച പണികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. എൻ്റെ കൂലി കിട്ടിയെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. കൂലി ചോദിക്കുന്ന ആളല്ലെന്നാണല്ലോ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെന്തിനാണ് എന്നോട് കൂലി ചോദിക്കുന്നത്? ഇപ്പോൾ ഞാൻ കടുത്ത ദാരിദ്ര്യത്തിലാണ്. ഭാര്യയുടെയും കൊച്ചു കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ നോക്കാൻ ഞാൻ വല്ലാതെ കഷ്ടപ്പെടുന്നു. അങ്ങനെ കൂലി കൊടുത്ത് ചെയ്യാനാണെങ്കിൽ ഞാൻ മറ്റാരെങ്കിലും വിളിക്കുമായിരുന്നല്ലോ. പുതിയ താമസക്കാരനാണ്. ചിലപ്പോൾ വല്ലതും തടയും. മറിയത്തിന് ഇഷ്ടപ്പെട്ട പഴവർഗ്ഗങ്ങളാണല്ലോ. ഇതിനെന്താ വില? 5 ദനാറ. എന്താ, വാങ്ങുന്നില്ലേ? ഇല്ല, പിന്നീട് വാങ്ങാം. വില ചോദിച്ച് കളയാക്കാൻ വന്നയാണോ? ക്ഷമിക്കണം, ഇത് വാങ്ങാൻ ആവശ്യത്തിനുള്ള പണമില്ല, അതുകൊണ്ടാണ്. കാശില്ലാതെയാണോ സാധനം വാങ്ങാൻ വരുന്നത്? എന്നെ ഒന്ന് സഹായിക്കാമോ? എന്ത് സഹായമാണ് വേണ്ടത്? എനിക്ക് അല്പം കാശ് വേണം. ഭക്ഷണത്തിനും മറ്റത്യാവശ്യങ്ങൾക്കുമെല്ലാം ഞാൻ വല്ലാതെ കഷ്ടപ്പെടുന്നു. ഇപ്പോൾ പണി കഴിഞ്ഞല്ലേ വരുന്നത്? അതെ, പക്ഷെ ഒരാഴ്ചയായി കൂലിയൊന്നും ലഭിക്കുന്നില്ല. കടമായി തന്നാൽ മതി, ഞാൻ പിന്നീട് തന്നുകൊള്ളാം. പിന്നീട് തരുന്നതൊക്കെ എനിക്കറിയാം. തൻ്റെ വേല കയ്യിലിരിക്കട്ടെ. ഇവനെപ്പോലെ കുറേ ആളുകളെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. മറിയത്തോട് ഞാൻ എന്ത് പറയും? ദൈവം തന്നെ ഒരു വഴി കണ്ടെത്തട്ടെ. ദേവകുമാരന് ഭവനമൊരുക്കൂ.